ബിഗ് ബോസിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സംസാര വിഷയം എന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ ജിൻഡോയെ പറ്റി മാത്രമേ പറയാൻ. അപ്പം ഇങ്ങനെ ജിൻഡോയെ പറ്റി, ജിൻഡോയെ എങ്ങനെ പുറത്താക്കും, ജിൻഡോയുടെ ഗെയിമിനെ പറ്റി, ജിൻഡോയുടെ സ്വഭാവത്തെപ്പറ്റി, അങ്ങനെയുള്ള ചർച്ചകളാണ് 2-3 പേര് കൂടുമ്പം സ്ഥിരമായിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലൈവിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ജിൻഡോ ഇല്ലാത്ത ഒരു നിമിഷം പോലും ഇല്ല എന്ന് തന്നെ തോന്നും. ഇന്നലെ രാത്രിയിൽ നമ്മളെ ഫിജോയും അഭിഷേക് ശ്രീകുമാറും കൂടെ ഇരുന്ന് ഇങ്ങനെ കലുഷിതമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ജിൻഡോയെ പറ്റി തന്നെയാണ് അവരും പറയുന്നത്. അവർ പറയുന്നത് എങ്ങനെയെങ്കിലും പുറത്താക്കുന്ന രീതിയിലുള്ള വഴികളെ പറ്റിയാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫിജോ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും പവർ ടീമിലോ ക്യാപ്റ്റൻസിയിലോ ഒക്കെ ഇടുക എന്ന് മാത്രമേ ഉള്ളൂ രക്ഷ. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ പുള്ളി പവർ കിട്ടിക്കഴിയുമ്പം പുള്ളിയുടേതായ രീതിയിൽ വരും. അത് പുള്ളിക്ക് നെഗറ്റീവ് ആയിക്കോളും. അതുപോലെ ചീത്ത വർത്തമാനങ്ങളൊക്കെ പറയും. അതുപോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ പുള്ളി പവർ കിട്ടിക്കഴിയുമ്പോൾ പുള്ളി ഇച്ചിരിയും കൂടെ ഇതാവും. അതുമാത്രമേ ഉള്ളൂ പുള്ളിയെ പുറത്താക്കാനുള്ള ഒരു മാർഗം എന്ന് ഫിജോ അഭിഷേകിനോട് പറയുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഭിഷേകിനോട് പറയുമ്പോൾ അഭിഷേക് എല്ലാം ഇങ്ങനെ മൂളി കേൾക്കുന്നുണ്ട്. അഭിഷേകും ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അതുപോലെ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് അയാളുമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഫിസിക്കലായിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുള്ളിയെ പവർ ടീമിലോ ക്യാപ്റ്റൻസിയിലോ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പവർ കിട്ടിക്കഴിയുമ്പോൾ പുള്ളി അധികാരം ഉപയോഗിച്ച് പുള്ളി എന്ത് വേണമെങ്കിലും കാണിച്ചോളും. അത് പുള്ളിക്ക് വിനയായിക്കോളും, പുള്ളി പുറത്തായിക്കോളും എന്നൊക്കെയാണ് അവരുടെ ഒരു ചർച്ച. അവർ ആകെ കൂടെ ചർച്ച ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് രസകരമായി തോന്നിയത്, ഫിസിക്കലായിട്ട് അവിടെ ടാസ്കിനിടയിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയേക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞത് ജിൻഡോയാണ്. ഗെയിമിനെ ടാസ്കായിട്ട് കാണാനും ഗെയിമായിട്ട് കാണാനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ജിൻഡോ. തനിക്ക് പറ്റുന്ന അപകടങ്ങളെപ്പറ്റി ആരോടും വിളിച്ചു പോകാറില്ല, ബിഗ് ബോസിനോട് പരാതിപ്പെടാറില്ല. അതൊരു ഗെയിമിൻ്റെ ഭാഗമാണ്. അന്നേരം തന്നെ അങ്ങ് വിടുന്നു. പിന്നെ ക്യാഷായിട്ട് സംസാരിക്കുന്ന ഒരു ജിൻഡോയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ജിൻഡോയായിട്ട് ഏറ്റുമുട്ടുമ്പോൾ പലപ്പോഴും ഒരു പേടിയുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് ഫിജോയെ സംബന്ധിച്ചപ്പോൾ ഇച്ചിരി പേടി കൂടുതലായിരിക്കും. കാരണം ഒരു പരിക്ക് പറ്റി പുറത്തു പോയ ഫിജോ ഇനിയും ഒരിക്കൽ കൂടി ജിൻഡോയായിട്ട് ഏറ്റുമുട്ടി പരിക്ക് പറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഏതായാലും അവിടുത്തെ മത്സരാർത്ഥികളല്ലേ മിക്കവാറും എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ജിൻഡോ എങ്ങനെയെങ്കിലും ക്യാപ്റ്റൻസി വിടുക, അല്ലെങ്കിൽ പവർ ടീമിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ജിൻഡോയുടെ ഈ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ജിൻഡോയായിട്ട് ഏറ്റുമുട്ടേണ്ടി വരില്ല എന്നൊരു തോന്നലാണ് എനിക്ക് തോന്നുന്നത്. ഗെയിമിൽ ജിൻഡോയായിട്ട് ഏറ്റുമുട്ടേണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ല, ഗുരുതരമാകാതെ നമ്മൾ സുരക്ഷിതമായിട്ട് നിന്നോളും എന്നുള്ള ഒരു തോന്നലാണ് എല്ലാ മത്സരാർത്ഥികൾക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമുക്ക് ലൈവിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഒരു 10 മിനിറ്റിനുള്ളിൽ 2 പേര് കൂടി സംസാരിക്കുമ്പം അവിടെ ഒരു ടോപ്പിക്കായിട്ട് ജിൻഡോ തന്നെ വരുന്നുണ്ട്. അതുതന്നെ ജിൻഡോയുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് എനിക്ക് തോന്നുന്നു.